തോളിലെ സിംഹം. പണ്ട് പണ്ട് മക്കയിൽ നടന്ന ഒരു കഥയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വളരെ വിഷമത്തോടു കൂടി വന്ന് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രവാചകരല്ലേ? പാവങ്ങളുടെ അത്താണിയല്ലേ? പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരല്ലേ? നബി പറഞ്ഞു, അതെ. എന്താണ് അദ്ദേഹം പറയുന്നു? ഞാൻ അബൂജഹലിൻ്റെ ജോലിക്കാരനാണ്. യജമാനൻ എനിക്ക് കൂലി തരുന്നില്ല. ദിവസവും ഞാൻ ജോലി ചെയ്യുന്നു. കൂലി ചോദിക്കുമ്പോൾ അയാൾ എന്നെ ആട്ടിയോടിക്കുന്നു. അവിടുന്ന് പരിഹാരമുണ്ടോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അബൂജഹലിൻ്റെ വീട്ടിലേക്ക് പോയി. ദൂരെ നിന്ന് വരുന്ന നബിയെ കണ്ട് അബൂജഹൽ ഭാര്യയോട് പറഞ്ഞു, മുഹമ്മദ് വരുന്നുണ്ട്. ഇന്ന് ഞാൻ വഷളാക്കി വിടും. വീമ്പ് പറഞ്ഞ് പുറത്തേക്ക് വന്നു നബിയെ കണ്ടു ഇദ്ദേഹത്തിൻ്റെ കൂലി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നബി പറയേണ്ട താമസം വീടിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂലി കൊടുത്തുവിട്ടു. ഭാര്യ ചോദിച്ചു, വീമ്പ് പറഞ്ഞ് നിങ്ങൾക്ക് നാണമില്ലേ? അബൂജഹൽ പറഞ്ഞു, വിറച്ചുകൊണ്ട് ഞാൻ കണ്ടത് നീ കണ്ടതാണെങ്കിൽ തീർച്ചയായും നീ ബോധചിതരായി വീഴും. വെപ്രാളവും കണ്ട് ഭാര്യ ചോദിച്ചു, എന്താണ് നിങ്ങൾ കണ്ടത്? മുഹമ്മദിൻ്റെ 2 തോളിലും 2 സിംഹങ്ങൾ ഗർജിച്ചു നിൽക്കുന്നു. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ എന്നെ കടിച്ചു കീറും. ഇതും പറഞ്ഞ് അബൂജഹൽ കസേരയിൽ തളർന്നിരുന്നു. പ്രിയരെ, ഇതോടുകൂടി തോളിലെ സിംഹം എന്ന കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.